വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 230 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ബസ് റൂട്ടിന് തൊട്ടടുത്തായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 4 സെന്റ് 700 ലിങ്സ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും കൂടാതെ 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 230 മീറ്ററും KME എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 300 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 5.9 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4.7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും കാക്കനാടേക്ക് 7.6 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.6 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീട് പഞ്ചായത്ത് റോഡിൽ നിന്ന് 3rd പ്ലോട്ടിലായിട്ടാണ് വരുന്നത്. ഈ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി ലൂവേഡ് ഡിസൈനിലുള്ള പാനലിംഗ്, 2-way ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും അത്യാവശ്യം ടെക്സ്ചർ വർക്കും പെർമനന്റ് ഗ്ലാസ് വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററിലധികമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. 5.5 മീറ്ററിലധികമാണ് ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണും വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. കാർ പാർക്കിങ്ങിലായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ആണ് ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് നോർത്ത് സൈഡിൽ 8.5 അടിയിലേറെയാണ് വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും കോബിൾ സ്റ്റോൺ ആണ് വരുന്നത്. അതായത് സിറ്റ് ഔട്ടിനോട് ചേർന്ന ഭാഗത്ത് കോബിൾ സ്റ്റോണും റിമൈനിങ് പോർഷനിൽ ഇന്റർലോക്ക് കട്ടകളാണ് വരുന്നത്. ഇവിടെയും ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഈ വീട്ടിൽ KW വാട്ടർ കണക്ഷനുള്ള ഫെസിലിറ്റിയും വരുന്നുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2.5 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.5 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്ത് വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് പോയിന്റും അലക്കുകല്ലും നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് കാണുന്നത് വർക്ക് ഏരിയ. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 4.5 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാർഷ്യയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ പെയിന്റ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ ലൂവേഡ് ഡിസൈനിലുള്ള പാനലിംഗും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് പ്രവേശിക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിംഗ് സ്പേസിന്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗും നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് താഴെയും മുകളിലുമായി 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് സൈഡിലേക്ക് നമുക്ക് വലുപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് ലഭിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. സൗത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള വാൾ ലൈറ്റും ഗോൾഡൻ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിവിംഗ് സ്പേസിലേക്ക് ഒരു വാൾ ഫാനും വരുന്നുണ്ട്. ഈസ്റ്റ് സൈഡ് വാളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. പാനലിംഗ് വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. താഴെ ഈ സ്റ്റോറേജും സൈഡിലായിട്ട് ഡക്ക് സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഡൈനിങ് സ്പേസിന്റെ എൻട്രൻസ് ഭാഗത്തും വുഡൻ ടെക്സ്ചറുള്ള ഒരു പാനലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ CCTVയുടെ യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. 16 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് UPVCയുടെ ഒരു സ്ലൈഡിംഗ് ഡോർ ലഭിക്കുന്നുണ്ട്. ഇവിടെ പാർഷ്യ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്ത് സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകി ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനോട് കൂടിയാണ് സീലിംഗ് വർക്കുകൾ വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ്
വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. വലുപ്പമുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ ടൈൽ വർക്കാണ് വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ ലൂവാർഡ് ഡിസൈനിലുള്ള പാനലിലും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വികാറിന്റെ വയസ്സും ഡെഗ്രാനിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. മുകളിലായി വരുന്ന പാനലിന് ഭംഗിയായി നല്ല ഹാങ്ങിങ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. ടാപ്പിൻ്റെ വർക്കിനെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റ് ഒക്കെ ഈ ഒരു കൗണ്ടർ സ്പേസിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വർക്ക് ഏരിയയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്ക് ഉണ്ട്. ടാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ കൂടി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. 2 സൈഡിലേക്കും ഗ്രിൽ ഡോർ ഒക്കെ കൊടുത്ത് ഷീറ്റ് കൊണ്ട് ഫുള്ളി കവർ ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണുള്ളത്. വെസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. എക്സ്പോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് വരുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വിൻഡോയോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും അതിന് ഇരു ഭാഗത്തായിട്ട് 2 ഡോറിന്റെ വാൾഡ്രോബും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടെയാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമും വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈസ്റ്റിലേക്ക് നമുക്കൊരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ ലഭിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തിച്ചേരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ആ വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻറ്റ് വർക്കുകളൊക്കെ ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും അങ്ങനെയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ടേബിൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. അയണിങ് ടേബിളൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെ നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൂടി ചെറിയൊരു പാസേജ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും പവർ പോയിന്റും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും വേണമെങ്കിൽ സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും വന്നിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ വലുപ്പമുള്ള ഒരു വാൾ റൂമും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിലും
എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്റിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിനും 13.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് വരുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വിൻഡോയോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും ഇരുഭാഗത്തായിട്ട് 2 ഡോറിന്റെ വാൾഡ്രോബും മുകളിൽ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഷീറ്റ് കൊണ്ട് ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന്റെ ഒരു കോർണറിൽ നിന്നാണ് മുകളിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലായിട്ടുള്ള പില്ലറിനും അതുപോലെ തന്നെ ബാൽക്കണിയുടെ വോളിനും കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് വർക്കുകളാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് വരുന്നത്. ലൂവയുടെ ഡിസൈനിലുള്ള പാനലിംഗ് ആണ് സീലിംഗിന് ഉപയോഗിച്ചിരിക്കുന്നത്. 4 സെന്റ് 700 ലിങ്സ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.